വിജേഷ് ബാണത്തൂറിൻ്റെ പ്രകമ്പനം കണ്ടു. റീസെൻ്റായി നിരവധി ഹൊറർ കോൺസെപ്റ്റുകൾ പുതിയ എഴുത്തുകാരുടെ ഭാവനയിൽ വന്നു. ആ ഗണത്തിലേക്ക് പെടുത്താവുന്ന ഒരു പുതിയ ഭാവനയാണ് പ്രകമ്പനത്തിൻ്റെ അടിസ്ഥാനം. നിരീശ്വരവാദികളായ മക്കളും വിശ്വാസിയായ അമ്മയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പറഞ്ഞുകൊണ്ടാണ് സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് രസകരമായ ബാധ കയറൽ ഘട്ടത്തിലേക്ക് കടക്കുന്നതും ഒരു ബാധ ഒഴിപ്പിക്കലിലേക്ക് എത്തുന്നതുമാണ് പ്രകമ്പനത്തിൻ്റെ ബേസ്. സാഗർ സൂര്യ പുണ്യാളൻ എന്ന കഥാപാത്രത്തെ നന്നായി ചെയ്തതായി തോന്നി. ഗണപതിയും അമീനും മല്ലിക സുകുമാരനും അസീസും ഒക്കെ അവരവരുടെ റോൾ ഭംഗിയാക്കി. മൊത്തത്തിൽ ഈ കുഞ്ഞു സിനിമ ഹൊറർ കോമഡി എന്ന ജോണറിനോട് ആത്മാർത്ഥത പുലർത്തി എന്നാണ് പേഴ്സണലി തോന്നിയത്. പടം ഇൻട്രോ പറഞ്ഞു വെക്കുന്നതും ബാധ വരുന്നതും ബാധ കയറുന്നതും അതിനുശേഷമുള്ള ഇൻസിഡൻറ്റുകളും തിയേറ്ററിൽ അത്യാവശ്യം ചിരി പടർത്തി. ബാധ ഒഴിപ്പിക്കലൊക്കെ ടിപ്പിക്കൽ പരിപാടിയാണ് പിടിച്ചതെങ്കിലും തരക്കേടില്ലാതെ പോയി എന്ന് പറയാം. ഊഹിക്കാവുന്ന ഒരു ക്ലൈമാക്സിൽ പടം നിൽക്കുകയും ചെയ്തു. കന്നഡയിൽ നിന്നും വന്ന സൂ ഫ്രം സോ ഒരു ഓവർ റേറ്റഡ് ഹൊറർ കോമഡി സിനിമയായി തോന്നിയിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ട്രാക്ക് പടത്തിൽ പലയിടത്തും തോന്നാം. പക്ഷേ അവിടെ ഗോസ്റ്റ് ഫേക്കും പ്രകമ്പനത്തിൽ ഒറിജിനൽ ഗോസ്റ്റും ആകുന്നു. എന്നാലും പ്രകമ്പനമാണ് മികച്ച ഔട്ട്പുട്ട് നൽകിയത്. ഇൻ ഷോർട്ട്, ഫാമിലിയായി കാണാവുന്ന ആവശ്യത്തിന് ചെറുചിരികൾ നൽകുന്ന ഒരു പുതിയ സ്റ്റൈൽ ഹൊറർ കോമഡി സിനിമയാകുന്നു പ്രകമ്പനം. വലിയ പ്രതീക്ഷകൾ മനസ്സിൽ വെക്കാതെ പോയാൽ നിരാശപ്പെടുത്താത്ത ഒരു കുഞ്ഞു സിനിമ കണ്ടിറങ്ങാം.